തൻ്റെ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു ഭർത്താവ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ്. പോലീസ് സ്വാഭാവികമായിട്ടും അന്വേഷിക്കുന്നു. എന്നാൽ ആ അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തിയത് ചില ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ്. ഒരു സിനിമാറ്റിക് ഒരു ക്രൈം സ്റ്റോറിക്കുള്ള ബേസുള്ളൊരു സംഭവം കൂടിയാണ്. എന്തായിരുന്നു ശരിക്കും ആ ഒരു ക്രൈം? ഇത് കോട്ടയത്താണ്. കോട്ടയം അയർക്കുന്നത്ത് പശ്ചിമ ബംഗാൾ സ്വദേശികളായ സോണിയും അൽപ്പാനയും ഭാര്യ ഭർത്താക്കന്മാരാണ്. അവർക്ക് കുഞ്ഞുങ്ങളുമുണ്ട്. കുഞ്ഞുങ്ങളിവിടെ പഠിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സോണി ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തുന്നു. തൻ്റെ ഭാര്യയെ കാണുന്നില്ല. അപ്പോൾ പരാതി കിട്ടുമ്പോൾ പോലീസ് അന്വേഷിക്കുമല്ലോ. അപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളിയാണെങ്കിലും ഭാര്യയെ കാണുന്നില്ല എന്ന് ഭർത്താവ് പരാതി കൊടുക്കുമ്പോൾ പോലീസ് അന്വേഷിച്ചു തുടങ്ങും. അങ്ങനെ പോലീസ് അന്വേഷണം തുടങ്ങും. പോലീസ് അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ സോണിയും സമാന്തരമായി തൻ്റെ സുഹൃത്ത്, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ പോലീസിൻ്റെ അന്വേഷണത്തിനൊപ്പം സമാന്തരമായി സോണിയും തൻ്റെ ഭാര്യയെ സുഹൃത്തുക്കൾക്കൊപ്പം ഭാര്യയെ അന്വേഷിച്ചിറങ്ങുന്നു. അപ്പോൾ അത്രയും സ്നേഹസമ്പന്നനായ ഭർത്താവാണ് സോണി. പക്ഷേ ഇതെല്ലാം തകിടം മറിയുന്നത് ഒരു CCTV ദൃശ്യം കിട്ടുമ്പോഴാണ്. നേരത്തെ പറഞ്ഞ പോലെ സോണിയും അൽപ്പാനയും ഇവർ ഈ അയർക്കുന്നത്ത് നിർമ്മാണ തൊഴിലാളികളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരുപാട് ആളുകൾ കുടുംബസമേതം വന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളി മേഖലയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അവർ കുടുംബസമേതം താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മക്കളെയൊക്കെ ഇവിടെ മക്കളെ മലയാളം പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളും ഒക്കെ ഇവിടെ കുടുംബമായിട്ട് സെറ്റിൽ ആവുന്ന ആൾക്കാരുണ്ട്. ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരുണ്ട്. അതെ, ആ രീതിയിലാണ് സോണിയുടെ കുടുംബവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഭാര്യയെ കാണുന്നില്ല എന്നുള്ള പരാതി വരുന്നത്. ഭാര്യയെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ 14-ാം തീയതിയാണ്. 14-ാം തീയതി ഉള്ള ഒരു CCTV ദൃശ്യം പോലീസിന് ലഭിക്കുന്നു. ഈ സോണി പരാതി കൊടുക്കുമ്പോൾ തന്നെ പോലീസിന് ചില സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ ദൃശ്യത്തിൽ ഭാര്യയുമായി ഈ സോണി ഓട്ടോയിൽ വന്ന് ഒരുമിച്ചിറങ്ങുന്നു. അതിനുശേഷം അവിടെ തന്നെ ഇളപ്പാനി എന്ന് പറയുന്ന ഒരു ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷന് സമീപത്ത് വിജനമായ വഴിയിലൂടെ നടന്നിട്ട് അവിടെ ഒരു വീടിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വീട്ടിലേക്ക് കയറി പോകുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഈ സോണി ഭാര്യ ഇല്ലാതെ ഒറ്റയ്ക്കിറങ്ങി വരുന്നു. അപ്പോൾ ഇതാണ് CCTV ദൃശ്യം. അപ്പോൾ ആ ദൃശ്യം പോലീസിന് കിട്ടി. അപ്പോൾ പോലീസിന് അങ്ങനെ സംശയമുണ്ട്. ഇതാണ് സോണിക്കിനകത്ത് പങ്കുണ്ടോന്നൊക്കെ തോന്നുന്ന ഒരു CCTV ദൃശ്യം. അപ്പോൾ ഈ സോണിയും അൽപ്പാനയും തമ്മിൽ കുറേ നാളുകളായി നല്ല വഴക്കായിരുന്നു. ആ വഴക്കിൻ്റെ കാരണം ഈ അൽപ്പാനയ്ക്ക് ഒരു സൗഹൃദമുണ്ട്. അപ്പോൾ സംശയരോഗം, സോണിക്ക് സംശയരോഗമാണ്. മറ്റൊരു ബന്ധമുണ്ട്, തൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധമുണ്ട് എന്നുള്ള ആ ഒരു തോന്നൽ. ഒരുപക്ഷെ ബന്ധം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ സംശയമായിരിക്കാം. എന്തായാലും ഇവർക്കിടയിൽ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ, സ്ത്രീകൾ ഇവിടെ വരുന്നതും അത്തരം ബന്ധങ്ങളിലേക്ക് പോകുന്നതും. ഈ അന്യസംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള ഒരാളെ തന്നെ ഈ അടുത്താണ് കൊലപ്പെടുത്തിയത്, ഭാര്യയുമായിട്ട് ബന്ധമുണ്ടെന്ന് ഉള്ള സംശയത്തിൻ്റെ പുറത്ത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരത്തെ ഉണ്ട്. അങ്ങനെയാണ് സോണി അൽപ്പാനയും കൂട്ടി 14-ാം തീയതി ഈ ഇളപ്പാനയിലുള്ള വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നിരന്തരം ഇവർ പ്രശ്നങ്ങളാണ്, വഴക്കാണ്. ഇതേ സംഭവത്തിനെ ചൊല്ലി തർക്കങ്ങളുണ്ട്. അപ്പോൾ 14-ാം തീയതി ഇയാൾ തീരുമാനിക്കുകയാണ് ഭാര്യയെ ഇല്ലാതാക്കണം. അപ്പോൾ ഇയാൾ അതിനു മുമ്പ് തന്നെ ഇയാൾക്ക് ജോലി ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് കൃത്യമായിട്ട് ഇയാൾക്കറിയാം അവിടെ CCTV ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയാം. അയാളെ നോക്കിയപ്പോൾ അവിടെ വിജനമായ പ്രദേശമാണ്, ക്യാമറയിലൊന്നും പതിയില്ല. പക്ഷേ ഒരു ക്യാമറ ഇയാളെ ചതിച്ചു. അവിടെ ഒരു വീട്ടിൽ ക്യാമറ ഉണ്ടായിരുന്നു, അത് ഇയാൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഇയാൾ ഭാര്യയും കൂട്ടി 14-ാം തീയതി നിർമ്മാണത്തിലിരിക്കുന്ന ആ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ ചെന്നിട്ട് ഈ അൽപ്പാനയുടെ തല കരിങ്കൽ ഭിത്തിയിൽ ഇടിപ്പിച്ചിട്ടാണ് കൊല്ലുന്നത്. അതുപോലെ തന്നെ കമ്പിപ്പാരയുണ്ട് അവിടെ നിർമ്മാണത്തിൽ വെച്ചിരിക്കുന്ന കമ്പിപ്പാര. ഈ കമ്പിപ്പാരയ്ക്ക് അടിച്ചുമാണ് അൽപ്പാനയെ സോണി കൊല്ലുന്നത്. കൊന്നതിന് ശേഷം ഇയാൾ ആ വീടിൻ്റെ പിന്നിൽ 2 അടി താഴ്ചയിൽ കുഴിയെടുത്തിട്ട് അവിടെ കുഴിച്ചിട്ടു. അവിടെ കുറച്ച് ദിവസം മുമ്പ് പണി നടക്കുന്നതുകൊണ്ട് മണ്ണിട്ട് നികത്തിയിട്ടുണ്ടായിരുന്നു. ആ മണ്ണിട്ട് നികത്തിയത് കൊണ്ട് പെട്ടെന്ന് പോലീസിന് തിരിച്ചറിയാം. ആരെങ്കിലും വന്ന് നോക്കിയാലും നേരത്തെ മണ്ണിട്ട് നികത്തിയാണ് വീടാണ്. അപ്പോൾ ഇയാൾ അവിടെയാണ് കുഴിച്ചിട്ടിട്ട് ഇയാൾ ഒറ്റയ്ക്ക് ഇറങ്ങി വരുന്ന ദൃശ്യമാണ് പോലീസിന് കിട്ടിയത്. ഇയാൾ ആളുകളോടൊക്കെ പറഞ്ഞപ്പോൾ ഭാര്യയെ കാണുന്നില്ല. ഭാര്യയെ കാണാതായപ്പോൾ സുഹൃത്തുക്കളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ ഭാര്യ മറ്റൊരാളോട് പോയി എന്നാണ് ഇയാൾ എല്ലാവരോടും പറഞ്ഞത്. അങ്ങനെ ഭാര്യ മറ്റൊരാളുമായി പോയെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കാൻ സുഹൃത്തുക്കൾ നിർബന്ധിച്ചു. ഇയാളിപ്പോൾ ആ 14-ാം തീയതി ഒന്നും പരാതി കൊടുക്കുന്നില്ല. നിർബന്ധിച്ചപ്പോൾ ഇയാൾ മടിച്ചു. വീണ്ടും സുഹൃത്തുക്കളുടെ നിർബന്ധം
വർദ്ധിച്ചപ്പോൾ ഇയാൾ പരാതി കൊടുത്തു. പരാതി കൊടുത്തില്ലെങ്കിൽ ഇനി തന്നെ സംശയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അതെ, അങ്ങനെയാണ് ഇയാൾ പോലീസിൽ പരാതിയുമായി വരുന്നത്. പോലീസിൽ ഇയാൾ പരാതിയുമായി വരുമ്പോൾ തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പോലീസിന് ചില സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇയാൾ. അങ്ങനെ ഇയാൾ പോലീസ് തന്നെ സംശയിക്കുന്നുണ്ടെന്നുള്ള ഒരു ചിന്ത ഇയാൾക്ക് വന്നപ്പോഴത്തേക്ക് ഇയാൾ സുഹൃത്തുക്കളെ കൂട്ടി ഇയാളുടെ ഭാര്യയെ തിരക്കി അയർക്കുന്നത്ത് ഒക്കെ കറങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ദൃശ്യങ്ങൾ കിട്ടിയത്. ദൃശ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇയാൾ ഇപ്പോൾ സംശയമുണ്ട്, പോലീസ് തന്നെ സംശയിക്കുന്നുണ്ട് എന്നുള്ള ചിന്ത വന്നു. അപ്പോൾ ഇയാൾ അവിടെ നിന്ന് മുങ്ങി, കുട്ടികളെയും കൂട്ടി നേരെ ട്രെയിനകത്ത് കയറി നാട്ടിലേക്ക് പോകാനുള്ള പരിപാടി. അങ്ങനെ പോലീസ് ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ ഇയാൾ എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. അങ്ങനെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. അപ്പോൾ മക്കളും കൂടെയുണ്ട്. അങ്ങനെ ഇയാൾ കസ്റ്റഡിയിലെടുത്തു, പോലീസ് കൊണ്ടുവന്നു. അപ്പോഴാണ് ഇയാൾ ഈ കഥയെല്ലാം പറയുന്നത്. ഭാര്യയെ സംശയമായതുകൊണ്ടാണ് താനിങ്ങനെ കൊലപ്പെടുത്തിയത്, താനാണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ നിരന്തരം വഴക്കായിരുന്നു. ഭാര്യയുടെ ഫോൺ കോളുകൾ, സൗഹൃദങ്ങളൊന്നും ഇയാളുടെ ഒരു ചില പുരുഷന്മാർ അങ്ങനെയാണല്ലോ, ഈ സംശയരോഗികളായിട്ടുള്ള ആളുകളോടൊപ്പം താമസിക്കുക എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും നരകതുല്യമായ ഒരു ജീവിതം. അപ്പോൾ എന്ത് ചെയ്താലും സംശയമാണ്. അത് ചെയ്ത കാര്യം കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഭാര്യ പറഞ്ഞാൽ പോലും അതിനകത്ത് പിടിച്ചും പിന്നെ സംശയം. അത് എനിക്ക് തോന്നുന്നു ജയറാമിൻ്റെ ഒരു പടമുണ്ട്. ആ പടത്തിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അദ്ദേഹം കോളേജ് അധ്യാപകനാണ്. കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അപ്പൊ അങ്ങനെ ശ്രവനാഥ് ഈ വി ഡി രാജപ്പനും അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. ഭാര്യയുടെ കഥാപാത്രം ഇങ്ങനെ സ്പൈ ചെയ്ത് നടക്കുകയാണ്. അല്ല, വി ഡി രാജപ്പന് ഈ ഭാര്യ വലിയ സംശയമാണ്, ഭയങ്കര സംശയമാണ്. അപ്പൊ ആ സംശയം മാറ്റാൻ വേണ്ടി, ഈ സംശയരോഗം മാറ്റാൻ വേണ്ടി വരുന്ന ആളാണ് ജഗതി. അപ്പൊ അങ്ങനെ ഒരു സിനിമയുണ്ട്, ഒരുപക്ഷെ കണ്ടിട്ടുള്ളവർക്കറിയാം. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്താലും സംശയമാണ്. കഥവ് കുറ്റിയിട്ടാ സംശയം, കഥവ് തുറന്നിട്ടാ സംശയം, അങ്ങനെ സംശയമുള്ള ആളുകളുണ്ട്. അയാൾ മദ്യപാനികൾ, ഈ ലഹരിയും കൂടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് സംശയം ഇരട്ടിക്കും. അപ്പൊ അതുപോലെയാണ് ഇവിടെ ഈ സോണിക്കും ഉണ്ടായത്. സോണിയുടെ മകള് അമയന്നൂർ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇയാൾ പോലീസിൽ പരാതി നൽകിയ ഉടൻ തന്നെ പോലീസ് ചെയ്ത ഒരു കാര്യം, ആ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ് പോലീസ് ആദ്യം ചെയ്തത്. അപ്പോൾ അങ്ങനെ പരിശോധിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഈ സ്ഥലത്ത് ഇയാൾ വരികയും ഇയാളുടെ ഭാര്യയുമായിട്ട് വരികയും ഇയാൾ ഒറ്റയ്ക്ക് തിരികെ വരുന്നു എന്നുള്ളതും കണ്ടത്. അതിനുശേഷം ഇയാൾക്ക് സംശയം, പോലീസ് തന്നെ പിടിക്കും എന്തായാലും അയാൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് കുട്ടികളെയും കൊണ്ട് നാട്ടിലേക്ക് പോകാനുള്ള ശ്രമം നടത്തിയത്. അങ്ങനെ ശ്രമം നടത്തിയപ്പോഴാണ് പോലീസ് പിടിക്കുന്നത്. ആ പ്രദേശത്തെ ഒരു ദാരുണമായ സംഭവമാണ്. കാരണം ആരും പ്രതീക്ഷിക്കാത്ത ആ വീടിൻ്റെ ഉടമസ്ഥൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. മാത്രമല്ല ഒരു കൊലപാതകം നടന്ന വീടാണ്. ആ വീട്ടിലേക്ക് ഇനി അയാൾ കയറി താമസിക്കണ്ടേ? അങ്ങനെ ഒരു പ്രശ്നവും കൂടെ ഉണ്ട്. അയാളുടെ വീട് പണി പൂർത്തിയായില്ല, അതിനു മുമ്പെയാണ് അവിടെ കൊലപാതകം നടത്തി ഇയാൾ ഈ ഭാര്യയെ അവിടെ കുഴിച്ചിട്ടത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുക എന്ന് പറയുന്നത് തന്നെ അവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന വീടുകളിൽ താമസിക്കാൻ ആളുകൾ മടിയുമ്പോൾ ഇപ്പോൾ ആരെങ്കിലും തൂങ്ങി മരിക്കുന്നു, നമ്മുടെ വിശ്വാസം അനുസരിച്ചിട്ട് അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെങ്ങനെയെങ്കിലും വിറ്റൊഴിയാനുള്ള വീടുകളോ സ്ഥലങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ക്രമാതീതമായി വില കുറയും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും കോട്ടയം അയർക്കുന്നത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. കേരളത്തിൽ നിരന്തരം അന്യസംസ്ഥാന തൊഴിലാളികൾ തമ്മിലുള്ള പ്രശ്നങ്ങളും, അത് ഇവർ തമ്മിൽ തന്നെയുണ്ട്. സുഹൃത്തുക്കൾ ആയിട്ടുള്ള ആളുകൾ കൊലപാതകം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഭാര്യയെ ഭർത്താവ് കൊല്ലുന്നു, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭാര്യയെ ഇപ്പുറത്തുള്ള ആൾ കൊല്ലുന്നു. വളരെ ആസൂത്രിതമായിട്ടുള്ള കൊലപാതകം. ക്രൈം നടത്തണം എന്ന് വിചാരിക്കുന്ന ഈ സ്ഥലം ഇയാൾ മുൻകൂട്ടിയൊക്കെ വന്ന് കണ്ട്, അയാൾക്ക് അറിയാൻ സ്ഥലം കൂടിയാണ്. അയാൾ പണി ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾ വർക്ക് ചെയ്യുന്ന വീടിന്റെ പരിസരമാണ്. അല്ല, ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉള്ളത്, ഇയാളെ ചതിച്ചത് യഥാർത്ഥത്തിൽ ഈ CCTV ആണ്. നമ്മളിങ്ങനെ ഇത്തരം കൊലപാതകങ്ങൾ ചെയ്യുന്ന ആളുകളൊക്കെ, ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ നടത്തി കൊലപാതകം ചെയ്യുന്ന ആളുകൾക്ക് എവിടെയെങ്കിലും ഒരു പോയിന്റിൽ പിഴവ് സംഭവിക്കും. പണ്ട് ഈ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞൊരു സ്ക്വാഡ് ഉണ്ടായിരുന്നു. അവരുടെ ഒരു അതിനകത്ത് ഒരു കഥ വെച്ചിട്ടാണ് സിനിമ വന്നത്. അവരന്ന് പണ്ടൊരു കൊലപാതകം കണ്ടുപിടിച്ച ഒരു സിഗരറ്റ് കൂട് മാത്രമാണ് അവിടെ ഉള്ളത്. ഈ സിഗരറ്റ് കൂട് വെച്ചിട്ടാണ് പിന്നീട് അവർ അന്വേഷിച്ച് കൊലപാതകയെ കണ്ടെത്തുന്നത്. പോലീസിനെ സംബന്ധിച്ച് ചെറിയ സാധനങ്ങൾ കിട്ടിയാൽ മിടുക്കരായ പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ അവരത് കണ്ടുപിടിക്കും. ചില സമയത്താണ് പിന്നെ അവർ
അവരുടെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് മറ്റ് ചില നിർബന്ധങ്ങൾക്ക് വഴങ്ങി പോകുന്നു. എന്നാലും ഇവിടെ ഈ അവനവന്റെ സുരക്ഷയ്ക്ക് വേണ്ടി വയ്ക്കുന്ന CCTV-കൾ പലപ്പോഴും ഇങ്ങനത്തുള്ള നിർണായകമായിട്ടുള്ള ക്രൈമുകളിൽ തെളിവായി മാറുന്നുണ്ട്. ശരി.